പ്രധാനമായിട്ട് ചില ഭാഗങ്ങളിൽ ഭയങ്കര ഓക്വേർഡായിട്ട് തോന്നുന്ന സംഭാഷണങ്ങളാണ്. ഇപ്പോൾ നമ്മുടെ ഒടിയനിൽ കണ്ടിരിക്കുന്ന കഞ്ഞിയെടുക്കട്ടെ മാണിക്ക എന്ന് പറയുമ്പോൾ പല സ്ഥലങ്ങളിലും വളരെ ശ്രദ്ധിക്കാതെയുള്ള സംഭാഷണങ്ങൾ ഭയങ്കരമായിട്ട് തോന്നുന്നുണ്ട്. ഇപ്പോൾ അതുപോലെ തന്നെ ഈ നമ്മളുടെ കൊമേഴ്ഷ്യൽ സിനിമകളിലുള്ള ചില ട്രീറ്റ്മെൻറ്റുകൾ കൊണ്ടുവരാനും ശ്രമിക്കും. ഇപ്പം അങ്കപ്പാറ് എന്ന് പറയുന്ന സാധനം, പിന്നെ പീരങ്കി എടുത്തിരിക്കുന്നുണ്ട് യാ മോനെ, അത്തരത്തിലുള്ള പ്രയോഗങ്ങളൊക്കെ വളരെ അസ്ഥാനത്തായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇപ്പോൾ ലിജോയുടെ സിനിമ ആയതുകൊണ്ട് മാത്രം ലിജോ ബ്രില്യൻസ് എന്ന് പറഞ്ഞിട്ട് പുകഴ്ത്തേണ്ട ഒരാവശ്യമില്ല. വളരെ കല്ലുകടിയായിട്ടാണ് അത്തരം ഡയലോഗുകൾ തോന്നിയിട്ടുള്ളത്. ഹായ്, ഞാനൊരു ലിജോ സിനിമയുടെ വലിയ ആരാധകനാണ്. എനിക്ക് ലിജോയുടെ ഏറ്റവും പ്രിയപ്പെട്ടത് ഈമയോ, അതുപോലെ തന്നെ ചുരുളി തുടങ്ങിയ സിനിമകളാണ്. ഈ അടുത്ത് കണ്ട നൻപകൽ നേരത്ത് മയക്കവും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് പറയുമ്പോൾ ഞാൻ വാലിബൻ കണ്ടോ എന്നായിരിക്കും നിങ്ങളുടെ സംശയം. വാലിബൻ കണ്ടതിന് ശേഷമാണ് ഈ 3 സിനിമകളാണ് ഇഷ്ടം എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ അതെന്തുകൊണ്ടാണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു കാര്യം പറയാം. വാലിബൻ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ വാലിബനിലെ ആദ്യത്തെ ഇൻട്രോ സീൻ, കേളു മല്ലനെ ഓടിക്കുന്ന ഒരു ഇൻട്രോ സീൻ അതിഗംഭീരമായിട്ട് തന്നെ സിനിമയിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഡേയിൽ കൊടുക്കുന്ന ഒരു മാർവൽ രീതിയിലേക്കുള്ളൊരു മലയാള സിനിമയുടെ ഒരു മാറ്റത്തിൻ്റെ ഒരു തുടക്കം പോലുള്ള രീതിയുമൊക്കെ വളരെ നന്നായിട്ടുണ്ട്. എങ്കിലും എന്തുകൊണ്ട് മലൈക്കോട്ടെ വാലിബൻ ഈ പറഞ്ഞ മറ്റ് ചിത്രങ്ങൾ, ലിജോയുടെ ചിത്രങ്ങൾ പോലെ പ്രിയപ്പെട്ടതാകുന്നില്ല എന്ന് നമുക്ക് സംസാരിക്കാം. അവതരിപ്പിക്കുന്നത് ശ്രീജിത്ത് വയനാട്. ആദ്യം പറഞ്ഞ ഗംഭീര ഇൻട്രോ സീനും അതുപോലെ തന്നെ എൻ്റെ ടൈലിനും ഇടയിൽ ഒരു തമിഴ് നാടോടി നാടകങ്ങളുടെ രീതിയിലാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ കോസ്റ്റ്യൂമും അങ്ങനെയൊക്കെയാണ്. അവൻ ഇന്ത്യയിൽ തന്നെ ഇതുവരെ കാണാത്ത തരത്തിലുള്ളൊരു മേക്കിങ്, അതുപോലെ ഇതുവരെ കാണാത്ത തരത്തിലുള്ളൊരു സിനിമ എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും എന്തുകൊണ്ട് വാലിബൻ ഇഷ്ടപ്പെട്ടില്ല എന്നായിരിക്കും ചോദ്യം. അപ്പോൾ എനിക്ക് ഈ വാലിബൻ്റെ ടൈറ്റിൽ പോസ്റ്ററുകൾ അനൗൺസ് ചെയ്യുന്ന തൊട്ടുള്ളൊരു കഥ, അല്ലെങ്കിൽ എൻ്റെ മനസ്സിലുണ്ടായ ചില കാര്യങ്ങൾ അങ്ങനെ തുടങ്ങുന്നതായിരിക്കും നല്ലത്. സിനിമയുടെ ടൈറ്റിൽ പോസ്റ്റർ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു ജയൻറ്റ് മോങ്കിനെ അവതരിപ്പിക്കുന്ന രീതിയിലാണ് സിനിമയെ തോന്നിയത്. പിന്നീട് അങ്ങോട്ട് കുറച്ച് കഴിഞ്ഞിട്ടൊരു ടീസർ കാര്യങ്ങളൊക്കെ വന്ന്, പാട്ടുകളൊക്കെ വന്നു തുടങ്ങിയപ്പോഴത്തെ ഒരു ലഗാൻ രീതിയിലുള്ള കോസ്റ്റ്യൂംസ്, അങ്ങനെ ഒരു കാലഘട്ടം അങ്ങനെയൊക്കെ തോന്നി. പിന്നെ ട്രെയിലർ അങ്ങനെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ കുറച്ചൊക്കെ ലിജോയുടെ തന്നെ ഡബിൾ ബാരലിൻ്റെ ഒരു രീതി പിന്തുടർന്നതായിട്ടും അതിലും കൂടുതലായിട്ട് ഒരു കുറസോവ സിനിമയുടെ ഒരു ഫീലാണ് എനിക്ക് തോന്നിയത്. നമ്മുടെ 7 സമുറായി, യോജിംബോ പോലുള്ള. അപ്പോൾ തന്നെ ഈ കുറസോവൻ സിനിമകളിൽ ഇങ്ങനെ ഇത്തരത്തിലുള്ള മോങ്കുകളെയും ഈ കായികാഭ്യാസങ്ങളൊക്കെ അവതരിപ്പിക്കുന്നുണ്ടെങ്കിലും അതിന് ചെറിയ ഹ്യൂമറുകളുണ്ടാവും. ആ ഹ്യൂമർ എലമെൻറ്റുകളും കാര്യത്തിലുള്ള ഫൈറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര രസകരമായിട്ട് അദ്ദേഹം ചെയ്യും. അപ്പോൾ അത്തരത്തിലുള്ളൊരു സിനിമയായിരിക്കും വാലിബൻ എന്ന് എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ സിനിമ കാണാൻ പോകുന്നത്. അപ്പോൾ സിനിമയുടെ തുടക്കത്തിൽ സിനിമ ആദ്യം അങ്ങനെയൊക്കെ വരുമ്പോൾ തന്നെ ആ ഒരു കുറസോവൻ ഫീലൊക്കെ വരുന്നുണ്ടായിരുന്നു. ആ ഇൻട്രോ സീൻ കണ്ടു കഴിഞ്ഞപ്പോൾ എന്തൊരു അസാധ്യ മനുഷ്യനാണ് ഇയാൾ, എങ്ങനെയാണ് ഇയാൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് എന്ന് എനിക്ക് തോന്നി. കുറച്ചങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിപ്പോൾ ഞാൻ ആദ്യം ഉദ്ദേശിച്ച പോലെ തന്നെ ലഗാൻ്റെ ഒരു രീതിയിലുള്ള കോസ്റ്റ്യൂമും കാര്യങ്ങളും തന്നെയാണെന്ന് സിനിമയ്ക്ക് തോന്നി. പക്ഷേ പിന്നീട് ഈ പാദമുദ്ര എന്ന് പറഞ്ഞ സിനിമയാണ് എനിക്ക് കൂടുതലായിട്ട് തോന്നിയിട്ടുള്ളത്. പക്ഷേ പാദമുദ്ര എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു അമ്പലക്കാളയും കൊണ്ടുവരുന്ന ആളുടെ ജാരസന്തതി എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. അപ്പോൾ ആ ജാരസന്തതിക്ക് ഉണ്ടാകുന്നൊരു ഇമോഷണൽ കാര്യങ്ങളൊക്കെ പാദമുദ്രയിൽ ഭയങ്കര ഗംഭീരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു പരാമർശം ഈ സിനിമയിൽ വരുന്നുണ്ട്. സ്പോയിലർ ആയതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷേ അത്തരത്തിലുള്ള ആ ഒരു ഇമോഷൻസ് ഈ സിനിമയിൽ വർക്കാകാതെ പോകുന്നുണ്ടോ എന്നും സംശയമുണ്ട്. ഇപ്പോൾ പത്മനാഭൻ്റെ സിനിമയായ ഒരിടത്തൊരു ഫയൽവാൻ, അപ്പോൾ അത്തരത്തിലുള്ള ഫയൽവാൻ്റെ കഥകൾ, ആ എലമെൻറ്റ് എന്തായാലും ഒരു ഫയൽവാൻ കഥ വരുമ്പോൾ ആ ഒരു എലമെൻറ്റൊക്കെ ഉണ്ടാകും. അങ്ങനെ തോന്നി. ചില സ്ഥലങ്ങളിലൊക്കെ എനിക്ക് പ്രിയദർശൻ്റെ ഒരു ചെറിയ വൈഡ് ക്ലോസപ്പ് ഷോട്ടുകൾ, ഇപ്പോൾ പ്രിയദർശൻ ഉപയോഗിക്കുന്ന ചില ക്ലോസിൽ കളറുകളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ചില മാസ്കുകളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ചില പരിപാടികളൊക്കെ ഉണ്ട്. അത്തരത്തിൽ തോന്നി. അതുപോലെ തന്നെ രാജകൊട്ടാരം ആ ഭാഗങ്ങളിലേക്കൊക്കെ വരുമ്പോൾ നമ്മുടെ പൊന്നിയിൽ സെൽവനിൽ കണ്ടതുപോലെ അല്ലെങ്കിൽ മണിരത്നം സിനിമകളിലൊക്കെ കാണുന്ന ചില ട്രീറ്റ്മെൻറ്റുകളും ഒക്കെ തോന്നുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ എല്ലാ സിനിമകളുടെ ഒരു മിക്സ്ചർ ഇപ്പം അവസാനങ്ങളിലേക്ക് വരുമ്പോൾ മാർവൽ രീതിയിലേക്കുള്ളൊരു ടൈലൻ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ സിനിമകളുടെ മിക്സ്ചറും, അതുപോലെ തന്നെ ലിജോയുടെ ഡബിൾ ബാരലും, ലിജോയുടെ തന്നെ രീതിയിലുള്ള ഈ മ്യൂസിക്കിലുള്ള പരീക്ഷണങ്ങൾ, ഈ ചില സ്ഥലത്ത് സ്റ്റില്ല് കൊടുക്കുക, ചില സ്ഥലത്ത് വൈഡ് കൊടുക്കുക, ചില സ്ഥലത്ത് ഔട്ട്ഡോർ സൗണ്ട് കുറച്ചുകൊണ്ട് മറ്റൊരു സൗണ്ട് കൊടുക്കുക എന്നുള്ള രീതികളൊക്കെ ലിജോ പരീക്ഷിക്കുന്നുണ്ട്. പരീക്ഷണമല്ല, ലിജോ തുടർന്ന് വന്നിരുന്ന അതേ കാര്യങ്ങൾ സിനിമയിൽ ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നും മറ്റ് സിനിമകൾ മുമ്പുണ്ടായിരുന്ന ലിജോയുടെ സിനിമകളിലെ പോലെ ഇവിടെ വർക്കാകുന്നത് പോലെ തോന്നിയിട്ടില്ല. ഇപ്പോൾ തന്നെ ഒരു തമിഴ് നാടോടി ഡ്രാമ രീതിയിലാണ് സിനിമ പറയുന്നതെങ്കിലും നമുക്കത് പിന്നീട് അങ്ങോട്ട് ഭയങ്കര നാടകീയമായും അതിനാടകീയമായിട്ടും അനുഭവപ്പെടുകയാണ്. അപ്പോൾ അത് അത്രത്തോളം പ്രേക്ഷകനെ
രസിപ്പിക്കും എന്ന് തോന്നുന്നില്ല. കാരണം ഇതിൻ്റെ ഈ അതിനാടകീയത എന്ന് പറയുന്ന ഒരു സംഗതിയിൽ ആദ്യത്തെ ഇൻട്രോ സീനിൽ ഉപയോഗിച്ചിരിക്കുന്ന സംഭാഷണങ്ങൾ വളരെ ലളിതമാണ്, ഭയങ്കര ഹ്യൂമറായിട്ടുള്ള അണ്ണ വന്നെന്ന് വെച്ചാൽ മുറുക്കാതിരിക്കുക വന്ന് നിന്നിട്ട് അടിക്കണ്ട എന്നൊക്കെ പറയുന്ന അത്രയും ലളിതമായി ഉപയോഗിച്ച ആ ഒരു ഭാഷാശൈലി തന്നെ പിന്നീട് ഉപയോഗിച്ചിട്ട് രസമായിട്ട് തോന്നി. എന്നാൽ പിന്നീടുള്ള എപ്പിസോഡിലൊക്കെ അതങ്ങോട്ട് നാടകീയമാവുകയും അതിനാടകീയമായി മാറുകയും ചെയ്യുന്നതായിട്ടാണ് അനുഭവപ്പെട്ടത്. പിന്നെ രണ്ടാം മൂഴം എന്ന് പറഞ്ഞൊരു സിനിമ നമുക്ക് ശ്രീകുമാർ മേനോൻ അനൗൺസ് ചെയ്തിട്ട് നിന്ന് പോയതറിയാം. അപ്പോൾ ഈ ഇതിൻ്റെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ആ ഭീമൻ്റെ റെഫറൻസുകൾ പല സ്ഥലത്തായിട്ട് തോന്നിയിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു റെഫറൻസ് ഈ സിനിമയിലുണ്ട് താനും. അതായത് വായുപുത്രനായ കുന്തിക്ക് ജാരസന്തതിയായി ഉണ്ടായിരുന്ന ഭീമൻ്റെ ഒരു കഥയും ഭീമൻ യുദ്ധത്തിലേക്ക് വരുന്നതും ഭീമന് പറ്റുന്ന ചതികളും അത്തരത്തിലുള്ളൊരു സംഗതി നമുക്ക് ഇതിൻ്റെ ഒരു ടൈലൻഡിലേക്ക് കാണാം. അച്ഛനെ തേടി പോകുന്ന ആ ഒരു മകൻ, ഒരു അമാനുഷികമായ ഒരു അച്ഛൻ, അങ്ങനത്തെ ഒരു ചില സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെയും കാണാൻ കഴിയും. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞിട്ടും പ്രകടനം കൊണ്ട് മോഹൻലാലായാലും മറ്റുള്ളവരായാലും ഒക്കെ മികച്ചു നിന്നിട്ടും ഇത്തരത്തിലുള്ളൊരു രസമുള്ള വിഷ്വൽസുകൾ ഉണ്ടായിട്ടും അപ്പം പല രീതിയിലുള്ള ഒരു, അതായത് ഇതുവരെ നമ്മുടെ ഇന്ത്യൻ സിനിമയിൽ കാണാത്ത ഒരു രീതിയൊക്കെ തോന്നും. ഇന്ത്യൻ സിനിമയിൽ കാണാത്ത രീതി എന്ന് പറയാൻ പറ്റില്ല, പല മിക്സ്ചറുകളുണ്ട് ഈ സിനിമയ്ക്ക്. ഇപ്പം ഇതിൽ തന്നെ ഒരു ഐറ്റം ഡാൻസ് വരുമ്പോൾ ഷോലയിലെ മെഹബൂബ എന്നുള്ള പാട്ട് ഭയങ്കരമായിട്ട് ഓർമ്മ വരുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് ഈ പറയുന്ന ചില മ്യൂസിക്കൽ അങ്ങനെ നമ്മളീ കണ്ടു മറന്ന കുറേ സാധനങ്ങളുടെ മിക്സ്ചറുകൾ തന്നെയാണ്. പുതുമ എന്ന് പറയാൻ എനിക്കങ്ങനെ തോന്നി. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ നായകൻ എന്ന് പറഞ്ഞൊരു സിനിമയിൽ ലിജോ തുടങ്ങുന്ന സമയമാണ്. അപ്പോൾ ലിജോൻ്റെ ഒരു സിഗ്നേച്ചർ ലിജോയ്ക്ക് കാണിക്കാൻ സാധിക്കുന്നില്ല, എങ്കിൽ അതൊരു നോർമൽ പാറ്റേണിൽ പോകുന്നൊരു സിനിമയാണ്. ലിജോ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ സിഗ്നേച്ചറാണ് ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതിൻ്റെ പ്രൊഡ്യൂസേഴ്സിനോടൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ കുറച്ച് കഷ്ടപ്പെടും. എങ്കിലും അദ്ദേഹത്തിൻ്റെ സിഗ്നേച്ചർ കാണിക്കാൻ ശ്രമിച്ചിട്ട് എന്തോ ഒരു പാതിബന്ധ അനുഭവമായിരുന്നു നായകൻ. അങ്ങനെ ഒരു സംഗതി ഈ മോഹൻലാൽ എന്ന് പറയുന്നൊരു മെഗാസ്റ്റാർ, ഒരു കംപ്ലീറ്റ് ആക്ടർ വന്നു കഴിയുമ്പോൾ ഈ കൊമേഴ്സ്യൽ വേണോ അല്ലെങ്കിൽ ലിജോയുടെ ശൈലി പിന്തുടരണോ എന്നുള്ളൊരു സാധനത്തിൽ ലിജോ കൺഫ്യൂഷൻ ആകുന്നുണ്ടോ എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അത് തന്നെയാണ് എനിക്ക് ഈ സിനിമ വർക്കായില്ല എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ കാര്യം. അതായത് ലിജോ എപ്പോഴും പറയുന്നുണ്ട് നോ പ്ലാൻ ടു ചേഞ്ച്, നോ പ്ലാൻ ടു ഇംപ്രസ്. എങ്കിൽ അതായത് ഒരു ട്രെൻഡിനെയും ഫോളോ ചെയ്യാതെ തൻ്റെ തന്നെ സിനിമകൾ ഏത് സമയത്തും ചെയ്യുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു കഴിവ്. എങ്കിൽ അദ്ദേഹം ട്രെൻഡിന് പുറകെ പോകുന്നു, അല്ലെങ്കിൽ ഒരു മാറ്റം അദ്ദേഹം ചെയ്യുന്നുണ്ടോ എന്ന് സംശയം തോന്നിപ്പോകും നമുക്ക്. അതായത് ഈ പറയുന്ന നമ്മൾ ലോകേഷ് കനകരാജിൻ്റെ സിനിമകളിൽ കണ്ടിരിക്കുന്ന ലാസ്റ്റ് ഈ വലിയൊരു ഈ പീരങ്കി പോലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ളൊരു ബ്ലാസ്റ്റിൽ കൊണ്ടുപോയി നിർത്തുന്ന ഒരു സംഗതി, അത്തരത്തിലുള്ളൊരു എലമെൻറ്റ്. അതുപോലെ തന്നെ ഈ സീക്വൽ ഇട്ടുകൊണ്ടുള്ള ഒരു എൻഡ്, അങ്ങനെ നമ്മുടെ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ട്രെൻഡുകളെ അദ്ദേഹം ഫോളോ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു പാറ്റേണിൽ അദ്ദേഹത്തിനൊരു ആത്മവിശ്വാസ കുറവുണ്ടോ എന്ന് തോന്നിപ്പിക്കുന്നുണ്ട്. അതാണ് എനിക്ക് സിനിമ വർക്കായില്ല എന്ന് പറയാനുള്ള കാരണം. പ്രധാനമായിട്ട് ചില ഭാഗങ്ങൾ ഭയങ്കര ഓക്വേർഡായിട്ട് തോന്നുന്ന സംഭാഷണങ്ങളാണ്. ഇപ്പോൾ നമ്മുടെ ഒടിയനിൽ കണ്ടിരിക്കുന്ന കഞ്ഞിയെടുക്കട്ടെ മാണിക്ക എന്ന് പറയുമ്പോൾ പല സ്ഥലങ്ങളിലും വളരെ ശ്രദ്ധിക്കാതെയുള്ള സംഭാഷണങ്ങൾ ഭയങ്കരമായിട്ട് തോന്നുന്നുണ്ട്. ഇപ്പോൾ ഈ അതുപോലെ തന്നെ ഈ നമ്മളുടെ കൊമേഴ്ഷ്യൽ സിനിമകളിലുള്ള ചില ട്രീറ്റ്മെൻറ്റുകൾ കൊണ്ടുവരാനും തുടങ്ങി. ഇപ്പം അങ്കപ്പാറ് എന്ന് പറയുന്ന സാധനം, പിന്നെ പീരങ്കി എടുത്തിരിക്കുന്നതിന് യാ മോനെ, അത്തരത്തിലുള്ള പ്രയോഗങ്ങളൊക്കെ വളരെ അസ്ഥാനത്തായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ലിജോയുടെ സിനിമ ആയതുകൊണ്ട് മാത്രം ലിജോ ബ്രില്യൻസ് എന്ന് പറഞ്ഞിട്ട് പുകഴ്ത്തേണ്ട ഒരാവശ്യമില്ല. വളരെ കല്ലുകടിയായിട്ടാണ് അത്തരം ഡയലോഗുകൾ തോന്നിയിട്ടുള്ളത്. പറഞ്ഞ പോലെ ഈ നാടകീയ സംഭാഷണങ്ങൾ എന്ന് തോന്നി മടുപ്പിക്കുന്നു എന്ന് തോന്നുന്ന സാധനങ്ങളൊക്കെ കാരാഗ്രഹത്തിലൊക്കെ നിന്നിട്ട് വാലിബനെ പൊക്കി പറയുന്ന സാധനങ്ങളൊക്കെ കറക്റ്റ് പൊലിമുരുകനിലൊക്കെ നമ്മൾ മുരുകനെ ഇങ്ങനെ പൊക്കിയിട്ട് മറ്റേ ഇയാൾ ഗോപകുമാറിൻ്റെ കഥാപാത്രങ്ങൾ പറയുന്ന അതേ രീതിയിൽ തന്നെ ഇപ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഈ KGF കണ്ടിരിക്കുന്ന KGF ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെടാതെ പോയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ KGF ഭയങ്കരമായിട്ടുള്ള ഡ്രാമയാണ്. നമ്മൾ ബാലയെന്നും ഡ്രാമയെന്നും ഒക്കെ മാറി വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള വളരെ രസകരമായിട്ട്, അതായത് സിനിമയുടെ ഒരു സാധ്യത എന്ന് പറയുന്നത് നമ്മൾ ഈ സ്റ്റേജ് നാടകങ്ങളിൽ നിന്ന് വിട്ട് പല കാര്യങ്ങളും പറയാൻ കഴിയുന്നുള്ളതാണ് സിനിമയുടെ സാധ്യത. വീണ്ടും സ്റ്റേജ് നാടകങ്ങളിലേക്ക് പോയിട്ടുള്ള ഒരു അവതരണ രീതി എന്തിനെടുക്കുന്നു ഒരു തരത്തിലും മനസ്സിലായില്ല എന്ന് തന്നെ പറയാം. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഈ മണ്ണിനെയും പെണ്ണിനെയൊക്കെ വിജയിച്ച് സത്യസന്ധനായി ദ്വന്ദ്വയുദ്ധത്തിൽ കൂടിയൊക്കെ അതൊക്കെ നേടിയെടുക്കുന്ന ഒരു സത്യസന്ധനായ നായകൻ. അപ്പോൾ അവർക്കെതിരെ കുതന്ത്രം പ്രയോഗിക്കുന്ന മറ്റുള്ളവർ, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ, ഇത്തരത്തിലുള്ള ആളുകൾ ചതിയിലൂടെ ഒക്കെ ചെയ്യുക, അല്ലെങ്കിൽ ഈ പരസ്പര സ്നേഹത്തിൽ തമ്മിലുള്ള അല്ലെങ്കിൽ ആ ബന്ധങ്ങളിലൊക്കെ ഒരു മറ്റേ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ രീതിയിലൊക്കെ ഉള്ളൊരു ഇടപെടലുകളൊക്കെ നമ്മൾ സ്ഥിരമായി കണ്ട് മറന്ന ഒരു നോർമൽ കഥയാണ്. ആ നോർമൽ കഥയുടെ മുകളിൽ സംഗീതമായാലും
വിഷ്വലിൻ്റെ ഒക്കെ ട്രീറ്റ്മെൻറ്റും ഒക്കെ ആയാലും അതിൻ്റെ ഒരു അമിതഭാരം വെച്ച് കൊടുത്തതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് വളരെ ബേസായിട്ട് നോർമൽ നമ്മൾ കണ്ടും കേട്ടും പഴകിയ ഒരു കഥയുടെ മുകളിലേക്ക് വലിയ രീതിയിലുള്ള വിഷ്വലുകളും ട്രീറ്റ്മെൻറ്റുകളും സംഗീതവും എടുത്തു വെച്ചതുപോലെ തന്നെയാണ് സിനിമ അനുഭവപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സിനിമയിൽ പറയുന്ന മോഹൻലാൽ എന്ന് പറഞ്ഞ നടനൊക്കെ വളരെ ഗംഭീരമായിട്ട് അദ്ദേഹത്തിൻ്റെ ഭാഗങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ സിനിമയിൽ പറയുന്ന ഇമോഷണൽ സീനുകൾ, പ്രണയം, വിരഹം, ചതി എന്ന് പറയുന്ന ഇമോഷൻസ് തീരെയും വർക്കൗട്ടാകാതെ ഒരു ഡ്രാമ പോലെ ഒരു പ്ലാസ്റ്റിക് സ്വഭാവമായിട്ട് ഓരോ കഥാപാത്രങ്ങളിങ്ങനെ ഒരു കഥാപാത്രത്തിനും ഇഴയടുപ്പമില്ലാത്ത രീതിയിൽ അനുഭവപ്പെട്ടു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മൊത്തത്തിൽ ഇത് മനസ്സിലായിട്ടുള്ളൊരു സാധനം എന്ന് വെച്ചാൽ ഈ നായകനിൽ ലിജോയുടെ സിഗ്നേച്ചർ കാണിക്കാൻ ബുദ്ധിമുട്ടിയതുപോലെ അവസാനം വന്നിട്ടൊരു കൊമേഴ്ഷ്യൽ സിനിമ അല്ലെങ്കിൽ മോഹൻലാലിനെ പോലെ ഒരു കൊമേഴ്ഷ്യലായിട്ടുള്ളൊരു താരത്തെ ഉപയോഗിക്കുമ്പോൾ അദ്ദേഹം കുറച്ചൊരു ദിശ തെറ്റിയോ എന്ന് സംശയിക്കുന്നൊരു സിനിമ തന്നെയാണ് വാലിബൻ. എന്തായാലും എൻ്റെ ടൈലിൽ കൊടുത്തിരിക്കുന്ന സീക്വലിൽ നമുക്ക് പ്രതീക്ഷയുണ്ട്. അത്തരത്തിലൊരു രണ്ടാം ഭാഗം വരുമെന്നുള്ളൊരു പ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം. വീണ്ടും കാണുമ്പോഴേക്കും ബൈ.